ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ എത്ര പുതിയ പലഹാരങ്ങൾ കൊണ്ടുവന്നാലും നമ്മുടെ ഈ ഒരു പഴയ പലഹാരങ്ങളായ കൽത്തപ്പം, പഴംപൊരി, ഉണ്ണിയപ്പം ഇതുപോലുള്ള പലഹാരങ്ങൾ ആ ഒരു രുചി അതൊന്നും വേറെ തന്നെയാണ് അല്ലേ. അത് നമ്മൾ ഒരിക്കലും മറക്കില്ല ഇതിൻ്റെ രുചി. അപ്പോൾ ഇന്ന് ഞാൻ കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കൽത്തപ്പമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതിലൊരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. നല്ല പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഒരു 2-3 മണിക്കൂർ ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തി എടുത്തതാണ്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഒരു ഓട്ടോപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം, അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഒരു മിക്സർ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു അരി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് മാത്രമല്ല നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടി അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അരിയൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഈ ഒരു ഗ്ലാസ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഗ്ലാസ്സാണ്. അപ്പോൾ ഞാൻ ഈ ഒരു അരി മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലും കൂടുതലായിട്ട് ഒഴിക്കേണ്ട, 1/2 ഗ്ലാസ് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു കട്ടിയിലാണ് ഞാൻ മാവ് അരച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് കട്ടിയില്ല, ആ ഒരു രീതിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെള്ളം കൂടി പോകണ്ട. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 4 അറ്റ് ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര നിങ്ങൾക്ക് തന്നെ എത്ര വേണം അതിനനുസരിച്ച് എടുക്കാം. ചിലർക്ക് നല്ല മധുരം വേണം, ചിലർക്ക് അത്ര മധുരം വേണ്ടിയില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഈ ഒരു മാവിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ചൂടാറാൻ വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ ഞാൻ അത് ശർക്കര മെൽറ്റ് ചെയ്ത് അപ്പോഴത്തന്നെ ഇതിലേക്ക് ഞാൻ അരിച്ചിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ആ ചൂടോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിളച്ച നല്ല ചൂടുള്ള ഒരു പാനി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മാവ് അടിയിൽ വെന്ത് കട്ടായി പോകും. അപ്പോൾ അതിനെ കട്ടാവാതിരിക്കാൻ പെട്ടെന്ന് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ, ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഒരു ബേക്കിംഗ് സോഡ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു കൽത്തപ്പം നല്ല നാര് പോലെ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചൂടോട് കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിന് മുന്നേ ആയിട്ട് പാൻ നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2-3 ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു തേങ്ങ കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കളറാവുന്നവരൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചെറിയൊരു കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും നന്നായിട്ട് തന്നെ ബ്രൗൺ കളറാകോളം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും തേങ്ങയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഞാൻ പകുതി മുക്കാലോളം മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ 1/4 ഭാഗം മാത്രമേ വെക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു ചൂടോട് കൂട്ടിയുള്ള ഒരു മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മീതെയായിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയും തേങ്ങ കൊത്തൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ വറുത്തതിന് ശേഷം അതിലേക്കാണ്ട് ഒഴിക്കുകയാണെങ്കിൽ പകുതി പിടിയൊക്കെ ആയിട്ട് ഇങ്ങനെ തേങ്ങക്കൊത്തും ഉള്ളിയൊക്കെ കിടക്കും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അതിനാണ് മാറ്റി വെച്ചത് കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആയിട്ട് ഞാൻ ആ ഒരു ഉള്ളിയും തേങ്ങക്കൊത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം ഒന്ന് വെക്കാം. അത് ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ തീക്ക് അനുസരിച്ചാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റുള്ളൊരു കൽത്തപ്പാണ് ഇത്. നമുക്ക് വേണമെങ്കിൽ കുക്കറിലും റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ സ്റ്റീലിൻ്റെ കുക്കറിനെക്കാട്ടി നല്ലത് അലുമിനിയത്തിൻ്റെ കുക്കറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്റ്റീലിൻ്റെ കുക്കറാണ് എടുക്കുന്നതിൽ അടി കട്ടിയിലൊരു പാത്രം അടിയിലൊന്ന് ചൂടാക്കി വെച്ചാൽ അതിൻ്റെ മേലെ വേണം നമ്മുടെ ഒരു സ്റ്റീലിൻ്റെ കുക്കർ വെക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഫ്രൈ പാനോ പിന്നെ അലുമിനിയത്തിൻ്റെ കുക്കറൊക്കെ വെച്ചെങ്കിൽ പിന്നെ അടിയിൽ പാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കൽത്തപ്പം നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല വെന്തിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കൽത്തപ്പം തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടി വേണമെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ അതിൽ മേലെ നൊട്ടി പിടിക്കുന്നില്ലെങ്കിൽ അപ്പോൾ നല്ല വെന്തിട്ടുണ്ടാവും. ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൽത്തപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതാ ഞാനതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരുന്നുണ്ട്. നല്ല ആരോട് കൂടിയിട്ടുള്ളൊരു കൽത്തപ്പമാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൽത്തപ്പമാണ് കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും അസ്സലാമു അലൈക്കും.